ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച് കരം പിടിച്ച് ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്ന് നമ്മളെ വഴി നടത്തുന്ന വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നമ്മളെ കാത്തുപരിപാലിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ, കഷ്ടതകളിൽ, സന്തോഷത്തിലൊക്കെയും നമുക്ക് തുണയായിരിക്കുന്ന പിതാവിന്, കർത്താവായ യേശുക്രിസ്തുവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പാഠപഠനത്തിലേക്ക് കടക്കാം. ഈ ആഴ്ച നാം പഠിക്കുന്നത് 2ാം പാഠമാണ്. പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ നല്ല ദിവസത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലവും നാളുകളും അടിയങ്ങൾക്ക് ദാനം തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഈ നിമിഷത്തിൽ കർത്താവെ, അടിയങ്ങൾ പാഠം പഠിക്കുവാനായി പോകുന്നു. അവിടുത്തെ തിരുസാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. അടിയങ്ങൾ പാഠം പഠിച്ച് അതിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഠം, എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പാഠം അടിയങ്ങൾക്കായി ദാനം തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അതൊരുക്കി തന്ന കരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ പാഠത്തിൽ കർത്താവെ, അടിയങ്ങൾക്ക് ആവശ്യമായ മന്ന ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അടിയങ്ങൾ അറിയുന്ന പച്ച സ്തോത്രം. അതിനെ കർത്താവെ സ്തോത്രം ആവശ്യമാം വിധം ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പഠിപ്പിക്കുന്ന അടിയനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച സ്തോത്രം. ഇതൊന്നും അടിയന്റെ കഴിവല്ല പച്ച സ്തോത്രം, അവിടുത്തെ വൻ ദാനമെന്ന് കർത്താവെ കൃപയാണ് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്ന പച്ച സ്തോത്രം. അതിനനുസരിച്ച് കർത്താവെ പാഠം പഠിപ്പിക്കാൻ അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. അടിയനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് പാഠത്തെ വിവേചിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവ് കർത്താവെ ഏറ്റവും വേഗത്തിലാക്കണമെന്ന് യാചിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ യാചിക്കുന്ന പച്ചാകൃപയോടെ കേട്ട് ഉത്തരമുള്ളവരാകണമേ. ആമേൻ. നമുക്ക് പഠിക്കുവാനുള്ളത് 2ാമത്തെ പാഠം, നന്ദി പ്രകടനവും പ്രാർത്ഥനയും അർപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്നതാണ്. നന്ദി പ്രകടനവും പ്രാർത്ഥനയും അർപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ. ഈ പാഠത്തിന്റെ മനപ്പാഠവാക്യം എന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഫിലിപ്പിയരുടെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, അതായത് കർത്താവായ യേശുക്രിസ്തു, പിതാവായ ദൈവം നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അതിൻ്റെ ശനിയാഴ്ചത്തെ പാഠഭാഗമായ ആമുഖ പാഠത്തിലേക്ക് നാം കടക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയിൽ റോമർ മുതൽ ഫിലമോൻ വരെയുള്ള ലേഖനങ്ങൾ ആരംഭിക്കുന്നത് ആശംസകളുടെയും നന്ദിയുടെയും വാക്കുകളോടെയാണ്. ഈ 13 ലേഖനങ്ങളിൽ, അതായത് റോമർ മുതൽ ഫിലമോൻ വരെയുള്ള 13 ലേഖനങ്ങളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇപ്രകാരമാണ്: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നതാണ് ആ വാക്യം. ഇത് റോമരുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിലും, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യത്തിലും, 2 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിലും, കൊലോസ്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഗലാത്യർ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എഫേസ്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഫിലിപ്പിയർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, 1 തിമോത്തി 2 തിമോത്തി 1-ാം അധ്യായങ്ങളിലെ 2-ാം വാക്യങ്ങളിൽ, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും, ഫിലമോന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും വ്യക്തമായിട്ടും ഈ വാക്യം അതേപോലെ നമുക്ക് ആവർത്തിച്ച് വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഈ വാക്യത്തിൽ വ്യക്തമാകുന്നത് പൗലോസ് ലേഖനം എഴുതുന്ന ദേശക്കാർക്കുള്ള ആശംസ അറിയിക്കുന്നതായിട്ടാണ്. രണ്ടാമതായി
പൗലോസിന്റെ ലേഖനങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി സൂചകമായി ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഓരോ ദേശക്കാർക്ക്, ഈ 13 ദേശക്കാർക്കും 13 ലേഖനങ്ങൾ എഴുതുമ്പോഴും ആ ദേശത്തിലുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ലഭിച്ചതായ ആ കൃപയ്ക്ക്, ദൈവകൃപയ്ക്ക് ദൈവത്തോട്, ആ ദേശക്കാരെ ഓർത്ത് ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ലേഖനവും നമ്മളെടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ, എൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു, എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അവന് എന്നേക്കും മഹത്വം, ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നീ നന്ദി സൂചക വാക്യങ്ങളും ഈ ലേഖനങ്ങളിൽ, പൗലോസിൻ്റെ 13 ലേഖനങ്ങളിലും നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൗലോസ് ദൈവത്തോട് നന്ദി ഉള്ളവനായിരുന്നതുപോലെ നമുക്കും ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കുവാൻ അനേകം കാര്യങ്ങളുണ്ട്. ദൈവസ്നേഹം ആഴത്തിൽ അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഒരു പക്ഷെ ഓരോ ദിവസവും നമുക്കുണ്ടായിട്ടുണ്ട്. ദൈവവുമായി നാം ഐക്യപ്പെടുമ്പോൾ, അതായത് അനുതപിച്ച് ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുമ്പോൾ, കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ, ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ല ദാനങ്ങളെ തരുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെ ഒരു പരിധി വരെ സാധിച്ചു തരുന്നു. എങ്കിലും ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറ്റപ്പെടുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനായി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിൽ പകരുന്ന ആ ദൈവസ്നേഹം മൂലമുണ്ടാകുന്ന പ്രത്യാശ, ദൈവിക സമാധാനം ഒക്കെയും ദൈവദാനങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ആ ദൈവദാനങ്ങളോട് നാം എപ്പോഴും ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നവരായി മാറണം. നമ്മൾ നമ്മുടെ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു കാര്യം ചെയ്തു തന്നാൽ നാം നന്ദി പറയാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ആരെങ്കിലും ഒരു പേന തന്നാൽ താങ്ക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ നന്ദി പറച്ചിൽ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നാം മറ്റുള്ളവരെ വിലമതിക്കുക എന്നതിൻ്റെ തെളിവായ പ്രകടനമാണ്. ഒരാൾ നമുക്ക് ചെയ്യുന്ന കാര്യത്തിന് അവർക്ക് നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ നമ്മളെപ്പോലെ സൃഷ്ടികളായ മനുഷ്യർ, അവർക്ക് നമ്മൾ നന്ദി പറയുന്നു എങ്കിൽ നമ്മളെ സൃഷ്ടിച്ച് സ്വന്തം ജീവൻ നമുക്കായി തന്ന് ഇന്നോളം കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നാം എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരില്ല. സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങൾക്കായി മറുവില കൊടുത്ത ദൈവത്തിന്, ദൈവികത്വം വിട്ട് ദാസരൂപത്തിൽ മനുഷ്യർക്കിടയിൽ ജീവിച്ച് എനിക്കും നിങ്ങൾക്കുമായി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിന് നാം എത്രയധികം നന്ദി ഓരോ നിമിഷവും പറയണമെന്ന് നാം ചിന്തിച്ചു നോക്കാം. ഈ പുതുവത്സരത്തിൽ ദൈവം നമുക്ക് തന്ന നല്ല ദാനങ്ങൾക്കായി, കർത്താവായ യേശു ക്രിസ്തുവിനായി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ആ വൻ ദയയ്ക്കായി, ആ മഹൽ സ്നേഹത്തിനായി ഈ പുതുവത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും ദൈവം നമുക്ക് തരുന്ന വൻ കൃപകൾക്കൊക്കെയും ഈ പുതുവത്സരത്തിൽ നമുക്ക് നന്ദിയുള്ളവരായി തീരാം. അങ്ങനെ നമ്മുടെ ഓരോ അനുഭവങ്ങളും നന്ദിയോടെ, സ്തോത്രത്തോടെ നാം ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ദൈവം നമുക്ക് കൃപകൾ നൽകുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും തിരികെ പ്രതീക്ഷിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രം: നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉൾത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന നന്ദിയോടെയുള്ള സ്തോത്രം മാത്രം. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ അനവധി തെറ്റുകൾ നമുക്ക് പറ്റാറുണ്ട്. അവയിൽ നിന്നും ചില പാഠങ്ങൾ നാം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലാദ്യത്തെ പാഠം എന്നത് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം. അതാണ് പൗലോസ് ഈ പാഠഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് ഫിലിപ്പിയർ ലേഖനത്തിലും കൊലോസ്യർ ലേഖനത്തിലും പൗലോസിന്റെ നന്ദി പ്രകടനത്തിന്റെയും പ്രാർത്ഥനയുടെയും വാക്കുകളാണ് നാം പഠിക്കുന്നത്. ഈ പഠനം നമ്മുടെ സ്വന്തം പ്രാർത്ഥനാ ജീവിതത്തെ സമ്പന്നമാക്കുവാനും ബലപ്പെടുത്തുവാനും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസ് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്നും വ്യക്തമാണ്. പൗലോസ് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമാണ്. എന്നാൽ എന്തിന് നന്ദിയുള്ളവനായി എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 8 വരെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 38 എന്നാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. തിരുത്തി വായിക്കണം. 1-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇന്ന് വരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. യേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഈ വാക്യങ്ങളെ നമുക്കൊന്ന് വിശദമായി ധ്യാനിക്കാം. അതായത് പൗലോസ് ഫിലിപ്പേ ദേശത്ത് കടന്നു ചെന്നു. ഈ ഫിലിപ്പേ ദേശത്തേക്ക് പൗലോസ് കടന്നു പോകുവാനായിട്ടൊരു കാരണമുണ്ട്. പൗലോസ് അപ്പോസ്തലനെ കണ്ടതായ ഒരു ദർശനമാണ്. കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു സഹോദരൻ അപേക്ഷിക്കുന്നതായിട്ട് ഒരു ദർശനം പൗലോസിന് ഉണ്ടായി. ആ ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഫിലിപ്പേ ദേശത്തേക്ക് പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വ്യക്തമായി പറയുന്നു, പൗലോസ് ഫിലിപ്പേ ദേശത്ത് ചെന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ പട്ടണത്തിൽ ചില ദിവസം പാർത്ത് സുവിശേഷ വേല ചെയ്തു എന്നും അവിടെ സഭ സ്ഥാപിച്ചു എന്നും നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ യൂറോപ്പിലുടനീളം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത ഒരു ദേശമായിരുന്നു ഫിലിപ്പിയ ദേശം. കാരണം യൂറോപ്പിലുടനീളം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു ദേശം ഫിലിപ്പിയ ദേശമാണെന്ന് പരിശുദ്ധാത്മാവിന് തോന്നിയിട്ട് പരിശുദ്ധാത്മാവ് പൗലോസിനെ അവിടേക്ക് നയിക്കുകയായിരുന്നു. അപ്പോൾ യൂസ് ഇറ്റാലിക്കം എന്ന ഉയർന്ന പദവിയുള്ള ആ ഫിലിപ്പിയ ദേശത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചെന്നു. ചില ദിവസങ്ങളിൽ ആ ദേശത്ത് ആ പട്ടണത്തിൽ പാർത്ത് സുവിശേഷ വേല ചെയ്തു. അങ്ങനെ സുവിശേഷ വേല പൂർത്തിയാക്കിയതിന് ശേഷം ആ ദേശത്ത് നിന്നും മടങ്ങിപ്പോയി. ആ മടങ്ങിപ്പോയതിന് ശേഷമാണ് പൗലോസ് അവർക്കായിട്ട് ഈ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അവിടെ എഴുതുന്നത്. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ആ ദേശത്തു നിന്നും 100 കണക്കിന് മൈലുകൾ ദൂരെയാണ്. മാത്രമല്ല തടവിലാക്കപ്പെട്ടിരിക്കുകയുമാണ്. എങ്കിലും അവിടുത്തെ സഭയെയും അതിലെ അംഗങ്ങളെയും പൗലോസ് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുവെന്ന് ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടു. ഫിലിപ്പിയർ 1:8 പറയുന്നത്, ആ സഭക്കാരെ ഹൃദയത്തിൽ വഹിച്ചിരിക്കയാൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ആർദ്രതയോടെ അവരെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നുമാണ്. അപ്പോൾ ഫിലിപ്പിയരുടെ ലേഖനം 1:5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഫിലിപ്പിയ ദേശത്തുള്ള ക്രിസ്തീയ കൂട്ടായ്മയെക്കുറിച്ച് അവിടെ പൗലോസ് പറയുന്നുണ്ട്. അവർ തമ്മിൽ കണ്ട് സഭ സ്ഥാപിച്ച 1-ാം നാൾ മുതൽ ഇന്ന് വരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ, അതായത് സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിലിപ്പിയ ദേശം, ആ ഫിലിപ്പിയ ദേശത്തിന് പൗലോസിനോടുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് ഫിലിപ്പിയരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫിലിപ്പിയ ദേശത്തിലെ സഭയും പൗലോസും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വ്യക്തമായിട്ട് അടിവരയിട്ട് കാണിക്കുന്ന ഒരു വാക്യമാണ് ഇത്. അപ്പോൾ ഫിലിപ്പിയ ദേശക്കാരെ പൗലോസ് ഓർക്കുന്നത് പോലെ അതേ തീവ്രതയോടുകൂടി തന്നെ ഫിലിപ്പിയ ദേശക്കാരും ഒരുപക്ഷെ പൗലോസിനെ ഓർക്കുന്നുണ്ടായിരിക്കാം. അതായത് ഫിലിപ്പിയ ദേശക്കാരും പൗലോസും പരസ്പരം ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം. ഇത് ഫിലിപ്പിയരുടെ ലേഖനം 1:3 പറയുന്നുണ്ട്. ഫിലിപ്പിയ ദേശവും പൗലോസും തമ്മിലുള്ള ഈ കൂട്ടായ്മയെ വ്യക്തമാക്കുന്ന മറ്റൊരു വാക്യം കൂടി നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 4:14-15. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. അപ്പോൾ ഇവിടെ പൗലോസിനെ ഓർക്കുക മാത്രമല്ല ഫിലിപ്പിയ ദേശക്കാർ ചെയ്യുന്നത്. പൗലോസിന്റെ സുവിശേഷ ഘോഷണത്തിന്റെ തുടക്കത്തിൽ ഈ സഭ, ഫിലിപ്പിയർ സഭ എന്ത് ചെയ്തു? സാമ്പത്തികമായും പൗലോസിനെ സഹായിച്ചു, സാമ്പത്തികമായും പൗലോസിനോട് കൂട്ടായ്മ കാണിച്ചു, പൗലോസിന്റെ കഷ്ടതയിലും അവനോടൊപ്പം നിന്നു എന്നും ഈ വാക്യങ്ങളിൽ വ്യക്തമാണ്. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 7-ൽ പറഞ്ഞിരിക്കുന്ന പൗലോസിന്റെ ബന്ധനം എന്നൊരു വാക്ക് നാം അവിടെ വായിക്കുകയുണ്ടായി. ഈ ബന്ധനം എന്നത് പൗലോസ് തടവിലാക്കപ്പെട്ടു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ആ തടവറയിൽ കിടക്കുമ്പോഴും പൗലോസ് ഫിലിപ്പിയരെയും ഫിലിപ്പിയർ ദേശക്കാർ പൗലോസിനെയും കുറിച്ച് ഓർക്കുന്നുണ്ട്.
രണ്ടാമതോടെ കാണുന്ന ഒരു പ്രത്യേക വാക്ക് എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനും സ്ഥിരീകരണത്തിനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പൗലോസ് അപ്പോസ്തലൻ ബന്ധനത്തിലാക്കി തടവിലാക്കപ്പെട്ടതിന് ശേഷം, കുറ്റം ആരോപിക്കപ്പെടുമ്പോഴാണല്ലോ തടവിലാക്കപ്പെടുന്നത്, അങ്ങനെ ആക്കപ്പെട്ടതിന് ശേഷം ആരോപിക്കപ്പെട്ട കുറ്റത്തെ വിചാരണ ചെയ്യും. ആ കുറ്റത്തെ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ കുറ്റം സത്യമോ യഥാർത്ഥമോ അല്ലയോ എന്നൊരു വിചാരണയുണ്ട്. അപ്പോൾ ആ തടവിലാക്കപ്പെട്ട ശേഷം നടത്തുന്ന ന്യായവിസ്താരവും വിചാരണയും ശിക്ഷയും ഒക്കെയാണ് സുവിശേഷത്തിന്റെ വാദപ്രതിവാദത്തിനും സ്ഥിരീകരണത്തിനുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയെ പൗലോസ് അപ്പോസ്തലൻ അവിടെ നേരിടുകയാണ്. സുവിശേഷ ഘോഷണം നടത്തി എന്ന ആ ഒരു കുറ്റം ആരോപിച്ച് തടവിലാക്കപ്പെട്ട് അതിൻ്റെ ന്യായവിസ്താരണത്തിനും വിചാരണയ്ക്കും ശിക്ഷയ്ക്കുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ആ ഒരു പ്രതിസന്ധിയിലേക്ക് ഇങ്ങനെ നേരിടുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുമ്പോഴും പൗലോസ് ഫിലിപ്പ്യരെ ഓർക്കുകയും ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് അവർക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രവും ചെയ്യുന്നു. പൗലോസ് തൻ്റെ ജീവിതത്തിൽ ജയിൽ ജീവിതത്തിൽ വെച്ച് കണ്ടുമുട്ടിയതായ സൈനികരെയും സന്ദർശകരെയും തൻ്റെ സുവിശേഷ ഘോഷണത്തിൽ സജീവമായി ഉൾപ്പെടുത്തുന്നു. പൗലോസിന് ഒരുപക്ഷെ തൻ്റെ നേരെ ഉന്നയിക്കപ്പെട്ട കുറ്റങ്ങളെ പ്രതിരോധിച്ച് അതിൻ്റെ സത്യങ്ങളെ ദേശാധിപതിയുടെ മുൻപിൽ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പൗലോസിന് വേണമെങ്കിൽ ഒരുപക്ഷെ തയ്യാറെടുക്കാം. തൻ്റെ നേരെ വരുന്ന കുറ്റാരോപണങ്ങളെയൊക്കെ അതിനെതിരെ വാദങ്ങൾ പറഞ്ഞ് അത് ഒരുപക്ഷെ സത്യമാണോ അല്ലെങ്കിൽ സത്യമല്ലാത്തതോ ആക്കി തീർക്കാം. തൻ്റെ നേർക്ക് വന്ന കുറ്റങ്ങളെ ന്യായീകരിക്കാനുള്ള വഴികൾ പൗലോസിന് ഒരുപക്ഷെ അവിടെ നേടിയെടുക്കാം, ചിന്തിക്കാം, ആലോചിച്ചൊക്കെ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ പൗലോസ് അവിടെ ചെയ്തത് മറ്റൊരു കാര്യമായിരുന്നു. സ്വന്തം ഭാവിയിൽ അല്ലെങ്കിൽ താൻ നേരിടാൻ പോകുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലോ അല്ലെങ്കിൽ താൻ നേരിടാൻ പോകുന്ന ആ ന്യായവിസ്താരത്തിലോ വിചാരണയിലോ ഒന്നുമായിരുന്നില്ല പൗലോസിന്റെ ശ്രദ്ധ. സുവിശേഷത്തിന്റെ ന്യായീകരണം മാത്രമായിരുന്നു പൗലോസ് ആ നാളുകളിൽ അധികവും ചെയ്തത്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നു, ജീവിച്ചാലും മരിച്ചാലും തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരിലും ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതായത് ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരിലും ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തിയെ പൂർത്തിയാക്കുവാൻ ദൈവം സഹായിക്കും, ദൈവം വഴിയൊരുക്കും എന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ പൗലോസ് ചെയ്തിരുന്ന സുവിശേഷ വേലയുടെ ഒരു ഭാഗമാണ് നമ്മളും ഇന്ന് ചെയ്യുന്നത്. നമ്മളിൽ ആ നല്ല പ്രവൃത്തിയെ ചെയ്തു തുടങ്ങിയത് പിതാവായ ദൈവമാണ്. കാരണം നമ്മളാരും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നമ്മളൊന്നും നേടിയിട്ടില്ല, ഒക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളെ സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുത്തതും ദൈവകൃപയാണ്. നമ്മളിൽ ദൈവം ഏൽപ്പിച്ച ആ നല്ല പ്രവൃത്തി യേശുക്രിസ്തു വരുന്ന നാളോളം അതിനെ തികയ്ക്കുമെന്ന ഒരു വാഗ്ദാനവും നമുക്ക് നൽകിയിരിക്കുന്നു. സൃഷ്ടിപ്പിൻ നാൾ മുതൽ അല്ലെങ്കിൽ ആദാം മുതൽ ഇന്നോളം സുവിശേഷ വേലയ്ക്കായി ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ പറയുന്നത് കൊയ്ത്തോ വളരെയധികം, വേലക്കാരോ ചുരുക്കം എന്നാണ്. എന്നെയും നിങ്ങളെയും സുവിശേഷത്തിനായി തിരഞ്ഞെടുത്ത ദൈവം നമ്മുടെ ദൗത്യത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മെ അതിനായി നാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നത്, രാജ്യത്തിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും എന്ന വാഗ്ദത്തം ഉണ്ട്. മാത്രമല്ല പൗലോസും പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന ഉറപ്പും പൗലോസ് പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിൽ അനേകം വാഗ്ദാനങ്ങളുണ്ട്. നിറവേറപ്പെട്ടതുമുണ്ട്, ഇനി നിറവേറാനുള്ളതുമുണ്ട്. തിരുവചനത്തിലെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടാനുള്ളത് തന്നെയാണ്. അനേകം വാഗ്ദാനങ്ങൾ നിറവേറിക്കഴിഞ്ഞതായിട്ട് തിരുവചനത്തിൽ തെളിവുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നല്ല പ്രവൃത്തിയും നിറവേറുക തന്നെ ചെയ്യും എന്ന തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നു. അതിനായി നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ച് ശരണപ്പെടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലിപ്പിയർ ലേഖനത്തിലുള്ള പൗലോസിന്റെ പ്രാർത്ഥന നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഫിലിപ്പിയർ 1:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും, ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ വിലപ്പെട്ട ഒരു പ്രാർത്ഥന, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ പ്രാർത്ഥനയുടെ ശ്രദ്ധ എന്ന് പറയുന്നത്
ഫിലിപ്പിയ ദേശത്തിലെ സഭയുടെ അനേകം ഘടകങ്ങളെക്കുറിച്ചാണ്. വലിയ വലിയ അഭ്യർത്ഥനകളാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ആ പ്രാർത്ഥനയിലൂടെ നടത്തിയിരിക്കുന്നത്. ഈ പ്രാർത്ഥന നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ 40 വാക്കുകളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ആദ്യം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിലാണ്. ഈ ഗ്രീക്ക് ഭാഷയിൽ 40 വാക്കുകളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. എന്നാൽ മലയാളം ബൈബിളിൽ നമ്മൾ അതിൻ്റെ ട്രാൻസ്ലേഷനായ മലയാളം ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ 25 വാക്കുകളാണ് ഉള്ളത്. എങ്കിലും ആ ദേശത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ സകല ആശങ്കകളും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ സഭയിലെ സ്നേഹം, സഭക്കാർക്കുണ്ടായിരിക്കേണ്ട അറിവ്, ആ സഭയുടെ വിവേചന അധികാരം, ആത്മാർത്ഥത, ഇടർച്ച വരുത്താതിരിക്കൽ, യേശുക്രിസ്തുവിലൂടെയുള്ള നീതി ഒക്കെ ഈ പ്രാർത്ഥനയിൽ ഉണ്ട്. ഇവിടെ സഭയെ മൊത്തത്തിൽ ഊന്നി പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാർത്ഥനയിൽ പൂർണ്ണമായും മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പൗലോസ് ശ്രദ്ധ കൊടുത്തതായ ആ ഫിലിപ്പിയ ദേശത്തിലെ ആ സഭയിലെ ആൾക്കാരുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അവരിലേക്ക് ശ്രദ്ധ കൊടുത്തതായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘടകമാണ് സ്നേഹം. സഭയ്ക്കുള്ളിലെയും സഭയും പൗലോസും തമ്മിലുള്ളതും സഭയും ദൈവവും തമ്മിലുള്ളതുമായ സ്നേഹം വർദ്ധിപ്പിക്കുക. സഭയ്ക്കുള്ളിലെ പരസ്പര സ്നേഹം, സഭയും പൗലോസും തമ്മിലുള്ള സ്നേഹം, സഭയും ദൈവവും തമ്മിലുള്ള സ്നേഹം മേൽക്കുമേൽ വർദ്ധിപ്പിക്കുക. മാത്രമല്ല ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കപ്പെട്ട സ്നേഹത്തിനായിട്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഘടകം അറിവെന്നതാണ്. അതായത് അറിവിലും എല്ലാ വിവേചനത്തിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിവ് നമ്മൾ ഉദ്ദേശിക്കുന്നതായ സാധാരണ ഭൗതികമായ അറിവല്ല, പകരം ദൈവവുമായ കൂട്ടായ്മയിലൂടെ അവൻ്റെ വചനത്തിൻ്റെ പഠനത്തിലൂടെ മാത്രം നേടാനാകുന്ന ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ അറിവിനെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. എഫേസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിൽ, വെളിപ്പാടിൽ, ഇതിനൊക്കെ നമുക്ക് എന്താണ് അറിവിനായി തരേണ്ടതിനെ നമുക്ക് ആത്മാവിൻ്റെ അറിവ് നമുക്ക് തരേണ്ടതിനായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. എഫേസ്യർ 4:12 അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. 1 തിമോത്തി 2:4 പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ പരിജ്ഞാനത്തിലും എന്നാണ്. അപ്പോൾ ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനം, ജ്ഞാനം എന്നിവയൊക്കെയും ദൈവത്തെയും ദൈവപുത്രനെയും കുറിച്ചുള്ള അറിവുകളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 3-ാമത്തെ ഘടകത്തിലേക്ക് നോക്കാം. വിവേചനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ വിവേചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാർമ്മികമായി ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ഉത്തമമായതിനെ അംഗീകരിക്കുന്ന ശുദ്ധവും കുറ്റമറ്റതുമായി തീരുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ വിവേചനം എന്ന് പറയുന്നത്. അതായത് തെറ്റായവയെ തെറ്റെന്നും തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിച്ച് ശരിയായ ഉത്തമമായതിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവാണ് വിവേചനം എന്ന് പറയുന്നത്. അങ്ങനെ നാം വിവേചന ബുദ്ധിയുള്ളവരാകയാൽ ശുദ്ധവും കുറ്റമറ്റതുമായിരിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പിയർ 1:10 പറയുന്നത് നമ്മൾ ഭേദ അഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നാണ്. ഭേദ അഭേദങ്ങളെ, നല്ലതെയും തിന്മയെയും തീയതിനെയും വിവേചിച്ചറിയാനുള്ളവരായി മാറണമെന്നാണ്. 4-ാമത്തെ ഘടകമാണ് ആത്മാർത്ഥത പുലർത്തുക എന്നത്. അതായത് പ്രവർത്തനത്തിന്റെ കളങ്കമില്ലാത്ത വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ആത്മാർത്ഥത എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ സൂര്യപ്രകാശത്താൽ വിധിക്കപ്പെടുക എന്നാണ് അർത്ഥം. അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതെല്ലാം സൂര്യപ്രകാശം പോലെ സുതാര്യമായിരിക്കണമെന്നാണ് എലൻ ജി വൈറ്റ് അതിനെ വിവരിക്കുന്നത്. അതായത് ആത്മാർത്ഥത പുലർത്തുക എന്ന ആ ഒരു പ്രക്രിയയെ എലൻ ജി വൈറ്റ് വിവരിക്കുന്നത് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ചെയ്യുന്നതെല്ലാം സൂര്യപ്രകാശം പോലെ സുതാര്യമായിരിക്കണം എന്നാണ്. അടുത്തൊരു ഘടകമാണ് ഇടർച്ച വരുത്തുന്നില്ല. അതായത് ഒരു വ്യക്തിയുടെ ഇടർച്ചയ്ക്ക് നാം കാരണമായി തീരാതിരിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് വിശ്വസിക്കുവാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക, ഒരു വ്യക്തിയെ ഇടർച്ചയിലേക്ക് നാം നയിക്കാതിരിക്കുക എന്നാണ്
അവിടെ വ്യക്തമാക്കുന്നത്. ക്രിസ്തുവിനാൽ നീതിഫലം. റോമർ ഗലാത്യർ ലേഖനത്തിൽ പൗലോസ് ക്രിസ്തുവിലൂടെയുള്ള നീതിഫലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ചില വാക്യങ്ങൾ നമുക്ക് വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. അത് ഈ ക്രിസ്തുവിലൂടെയുള്ള നീതിഫലത്തെക്കുറിച്ചുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ലാതെ നമുക്ക് സ്വന്തമായി ഒരു നീതിയും ഇല്ല. നമുക്ക് നോക്കാം. റോമരുടെ ലേഖനം 8-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് ക്രിസ്തു ആകുന്ന രക്ഷകൻ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പാപത്തിന്റെ മരണശിക്ഷ മാറി ക്രിസ്തുവിലൂടെയുള്ള നീതി നിമിത്തം ആ ശിക്ഷ നമുക്ക് ജീവനായിട്ട് മാറുന്നു. ആ ശിക്ഷയ്ക്ക് പകരം നമ്മൾ നിത്യജീവനായിട്ട് മാറുന്നു. പിതാവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മുടെ ദേഹിയില്ലാ ദേഹത്തെയും ജീവിപ്പിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു ദാനം, ആ ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള നീതിഫലമായിട്ട് മാത്രമാണ്. അപ്പോൾ റോമർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിലൂടെയുള്ള നീതിഫലത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി നമുക്ക് ഗലാത്യ ലേഖനം ഒന്ന് നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ജഡത്തിന്റെ ഫലവും ആത്മാവിന്റെ ഫലവും അവിടെ പ്രത്യേകം ഒരു പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇവിടെ എടുത്തു പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. പരിച്ഛേദനയും അഗ്രചർമ്മവും അല്ലാതെ ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് നാം പുതിയ സൃഷ്ടിയാകുന്നത്? നാം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്താൽ സ്നാനമേൽക്കുമ്പോഴാണ് ക്രിസ്തുവിനാൽ നാം പുതിയ സൃഷ്ടികളാകുന്നത്. ഈ പ്രമാണം അനുസരിക്കുന്നവർക്കാണ് നീതിയുടെ ഫലങ്ങളായ സമാധാനവും കരുണയും ഉണ്ടാകുന്നത് എന്ന് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്നേഹം ഇനിയും കൂടുതൽ വർദ്ധിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ സഭാ കൂട്ടായ്മയിൽ നമുക്ക് നമ്മുടെ ആളുകളെ, നമ്മുടെ കൂടെയുള്ളവരെ കൂടെ നമുക്ക് കൂടുതൽ കൂട്ടാം. നമ്മുടെ സഭാ കൂട്ടായ്മയിലെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. അപ്പോൾ നമ്മളിലുള്ള ദൈവസ്നേഹം കൂടുതൽ ആൾക്കാരിലേക്ക് പകരും. വചന പഠനം ഒരാളിലൂടെ മാത്രമാകാതെ എല്ലാവർക്കും പഠിക്കാം, മറ്റുള്ളവർക്ക് പങ്കിട്ട് നൽകാം. അപ്പം ഒരാൾക്കുള്ള ആശയങ്ങൾ ആയിരിക്കില്ല മറ്റുള്ളവർക്കുള്ള ആശയങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെയും ആശയങ്ങൾ അവിടെ പങ്കുവെക്കപ്പെടുമ്പോൾ ആ വചന പഠനം എന്നത് വളരെ സുതാര്യമാകുന്നു, വളരെ ലളിതവുമായിട്ട് മാറുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ നമ്മളും വിലമതിക്കുന്നു, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരും വിലമതിക്കുന്നതായിട്ട് മാറും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കൂടുതൽ സമയം കണ്ടെത്തണം. യേശുക്രിസ്തുവിനെ പലർക്കും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ സ്നേഹം ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ, മേൽക്കുമേൽ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഇവയെല്ലാം നാം ഇപ്പോഴും ചെയ്യുന്നുണ്ട് എങ്കിലും അവ കൂടുതലായി ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആക്കം കൂട്ടും. നമ്മുടെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം ഏറ്റവും മനോഹരവും ചന്തവും ഉചിതവുമായി തീരും. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. നാം മറ്റെന്ത് പ്രവൃത്തികൾ ചെയ്താലും സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പിനോടും ചിലമ്പുന്ന കൈത്താളത്തിനോടും സമമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്നേഹം ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. മാത്രമല്ല, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയുമില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. ഇപ്രകാരമുള്ള യഥാർത്ഥ സ്നേഹത്തെ മേൽക്കുമേൽ വർദ്ധിപ്പിച്ച് സഭകളെ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം സമ്പന്നമാക്കുവാനും ഈ പാഠഭാഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 1-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ പൗലോസ് ബന്ധനത്തിലാണ് എന്ന് ഫിലിപ്പിയർക്കാർ മനസ്സിലാക്കി. അവിടെ ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതുന്നുണ്ട്, ബന്ധനത്തിലും എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ ദേശക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ
പൗലോസ് ബന്ധനത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ അവർ ദുഃഖിതരായി കാണുമായിരിക്കും. കാരണം അവർ പരസ്പരം കണ്ട നാൾ മുതൽ സ്നേഹത്തിലൂടെയുള്ള ഊഷ്മളമായ ഒരു കൂട്ടായ്മ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ബന്ധനത്തിലായിരുന്ന പൗലോസിന് തൻ്റെ സുവിശേഷ വേല പൂർണ്ണമായും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പരിമിതമായ പരിധിക്കുള്ളിലായിരുന്നു പൗലോസ്. അപ്പോൾ പൗലോസിന് പരിധി ഉണ്ടായിരുന്നു പ്രവർത്തനത്തിന്. പൗലോസിന്റെ പ്രവർത്തനങ്ങൾക്ക് യാത്ര ചെയ്യുവാനോ, സിനഗോഗുകൾ സന്ദർശിക്കുവാനോ, പ്രസംഗിക്കുവാനോ, പള്ളികൾ പണിയുവാൻ, തൻ്റെ വേല ചെയ്യുവാനോ ഒന്നും, പുതിയ സഭകൾ ഉണ്ടാക്കുവാനോ ഒന്നും പൗലോസിന് സാധിച്ചില്ല. എന്നാൽ ആ സമയത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ അവസ്ഥ മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ ശാരീരികമായ ആവശ്യങ്ങളെയൊക്കെ നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനായിട്ട് ഫിലിപ്പിയർക്കാർ ഒരു ദൂതനെ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ മറുദേശത്ത് നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്ത് അപ്പോസ്തലനായ പൗലോസ് ബന്ധനത്തിലാണ്. ഇപ്പുറത്ത് ഫിലിപ്പിയ ദേശക്കാർ പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥയോർത്ത് ദുഃഖിതരാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥ ഇപ്പോഴത്തേത് ശരിക്കുമുള്ള അവസ്ഥ എന്താണെന്ന് അറിയുവാനായിട്ട് ഫിലിപ്പിയ ദേശക്കാർ ഒരു ദൂതനെ അവിടേക്ക് വിടുകയാണ്. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ദേശത്തു നിന്ന് പൗലോസിന്റെ അവസ്ഥ അന്വേഷിക്കാനായി കടന്നു വന്ന ദൂതനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഫിലിപ്പിയ ദേശക്കാർ പൗലോസിന്റെ അവസ്ഥ എന്തെന്ന് അറിയുവാനായിട്ട് എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ദാസനെ ഇങ്ങോട്ട് അയച്ചു. ഈ ദാസൻ വന്ന് പൗലോസിന്റെ കഷ്ടതയിൽ കൂടെ നിന്നു, ബുദ്ധിമുട്ടുകളിൽ ശുശ്രൂഷിച്ചു. അതിനുശേഷം അപ്പോസ്തലൻ എന്ത് ചെയ്യുക? ഈ ലേഖനം എഴുതി കൊടുത്ത് ഫിലിപ്പിയ ദേശത്തിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പോൾ ഇവിടെ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ ദൂതൻ എന്ന് ഫിലിപ്പിയരോട് എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്രകാരം പൗലോസിന് ഒരു സഹായിയെ അവിടെ ഫിലിപ്പിയ ദേശക്കാർ വിടുന്നതിലൂടെ അവർ തമ്മിലുള്ള കൂട്ടായ്മയുടെ ആ ഒരു ഉറപ്പ്, അടിസ്ഥാനം അത് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനി നമുക്ക് പൗലോസിന്റെ തടവറയിലെ അനുഭവം എപ്രകാരമായിരുന്നുവെന്ന് നോക്കാം. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ഷാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. അപ്പോൾ ഈ ദിവസത്തിലെ പാഠഭാഗത്തിനായിട്ട് നമുക്ക് ഈ വായിച്ച 12 മുതൽ ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തൻ്റെ ജയിൽ വാസത്തെക്കുറിച്ച് എഴുതിയത് ഫിലിപ്പിയരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. കാരണം പൗലോസ് തടവറയിലെ തൻ്റെ സാഹചര്യങ്ങളെ ഒരു പ്രത്യേക വീക്ഷണകോണിലൂടെയാണ് കണ്ടത്. അങ്ങനെ ആ ഒരു പ്രത്യേക വീക്ഷണകോണിലൂടെ കണ്ടതുകൊണ്ട് പ്രതികൂല സാഹചര്യത്തെ അനുകൂല സാഹചര്യമാക്കി മാറ്റുവാൻ പൗലോസിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ന്റെ 12-ാം അധ്യായത്തിലൂടെ ഇപ്രകാരം പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അതായത് തടവറയിലാക്കപ്പെട്ടത് ഒരു പീഡനകാലമാണ് എങ്കിലും, ഒരു പ്രതിസന്ധിയാണ് എങ്കിലും അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ആത്മീയ വിവേചനമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തടവറക്കാലം ഒരു നല്ല കാര്യമായി കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റുള്ളവര് ചങ്ങലകളും കമ്പുകളും മാത്രം കാണുന്നിടത്ത് പൗലോസ് തനിക്ക് ചുറ്റിനുമുള്ള റോമൻ കാവൽക്കാരെ ദൈവരാജ്യത്തിലെ ആത്മാക്കളായിട്ട് കണ്ടു. തൻ്റെ
തടവ് മറ്റുള്ളവരിൽ കൂടുതൽ സജീവമായും ദൃഢനിശ്ചയത്തോടെയും സുവിശേഷം പ്രചരിപ്പിക്കാനും അനന്തര ഫലങ്ങളെ ഭയപ്പെടാതെ ക്രിസ്തുവിന് വേണ്ടി ധൈര്യത്തോടെ സംസാരിക്കാനും വളരെയധികം പ്രോത്സാഹിപ്പിച്ചുവെന്ന് പൗലോസിന് മനസ്സിലായി. ഈ വസ്തുതയും പൗലോസ് ഫിലിപ്പർ ലേഖനത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. അതായത് സുവിശേഷം പ്രസംഗിച്ചതാണ് എന്നെ തടവറയിലാക്കാനുള്ള കാരണം എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും അവിടെ ആ റോമർ കാവൽക്കാർക്കാരിലൊക്കെയും എല്ലാവർക്കും തെളിവായിട്ട് വന്നു. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിനാൽ ധൈര്യം പൂണ്ടു. അപ്പോൾ എന്നെ ഇവിടെ ബന്ധനത്തിലാക്കി ഇട്ടു എങ്കിലും മറ്റു സഹോദരന്മാർ എന്ത് ചെയ്തിരിക്കുക? കർത്താവിൽ ധൈര്യം പൂണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ അവരെ പ്രസ്താവിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി അവർ അധികമായിട്ട് അവർ വേല ചെയ്യുന്നു. അപ്പോൾ പൗലോസ് ബന്ധനത്തിലായിരിക്കുമ്പോൾ സുവിശേഷ വേല അധികമായി ചെയ്യുവാൻ വന്നവരെ പൗലോസ് രണ്ട് വിഭാഗമായി തിരിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒരു ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ബന്ധനത്തിലായിരിക്കുകയാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലനെ ബന്ധനത്തിലാക്കിയത് അറിഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? സുവിശേഷ വേല അധികമായി ചെയ്യുവാൻ തുനിഞ്ഞ് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ സുവിശേഷ വേല അധികമായി ചെയ്യുവാൻ വന്നവരെ പൗലോസ് അപ്പോസ്തലൻ രണ്ട് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നവരാണ്. മാത്രമല്ല പൗലോസിന്റെ ബന്ധനത്തിൽ പൗലോസിന് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മതയില്ലാതെ ശാഠ്യത്തോടെ അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. അത് ക്രിസ്തുവിനോട് പ്രസംഗിക്കുന്നത് അത്ര നല്ല രീതിയിൽ ആയിരുന്നില്ല അവരുടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാം വിഭാഗക്കാരോ ക്രിസ്തുവിനെ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നവരാണ്. അവരാകട്ടെ പൗലോസിനെ സുവിശേഷം പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രം വിചാരണയ്ക്കായിട്ട് തടവറയിലാക്കിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് പൗലോസിനോടുള്ള സ്നേഹത്താല് പൗലോസിന്റെ വേല തുടർന്നുകൊണ്ട് പോവുക. പൗലോസ് ചെയ്ത് നിർത്തിയിരുന്ന ആ വേല അവിടുന്ന് അവര് തുടർന്നുകൊണ്ട് പോവുക, പൗലോസിനോട് കൂട്ടായ്മ കാണിച്ചുകൊണ്ട്. പൗലോസിനോടുള്ള സ്നേഹത്താല് പൗലോസിന്റെ വേല അവര് തുടരുന്നു. അവർ വിശ്വസ്തരായി സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ കൂടുതൽ തീഷ്ണതയുള്ളവരുമായിട്ട് മാറി. ഈ രണ്ടാം വിഭാഗക്കാര് പൗലോസിനെ വളരെയധികം സ്നേഹിച്ചു. വിശ്വാസത്തിന് വേണ്ടി പൗലോസ് സഹിക്കുന്ന കഷ്ടതകൾ കണ്ടറിഞ്ഞ് അവരെന്ത് ചെയ്തു? ആ വിശ്വാസത്തിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൗലോസ് സഹിക്കുന്ന കഷ്ടതകൾ ഇവർ കണ്ടറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ കൂടുതൽ വിശ്വസിച്ചു. കർത്താവിന് വേണ്ടി സജീവ പ്രവർത്തനം ചെയ്യുവാൻ അവർ ധൈര്യപ്പെട്ടു. മുൻപ് ഈ കൂട്ടര്, ഈ രണ്ടാം വിഭാഗക്കാര് മുൻപ് സുവിശേഷ വേലയുമായിട്ട് പോകാനായിട്ട് ഭയപ്പെട്ടിരുന്ന ദേശത്തേക്ക് പോകുവാൻ ഇപ്പോൾ അവർക്ക് ധൈര്യം വന്നു. മുൻപ് അവർ മൗനം പാലിച്ചിരുന്നിടത്ത് ഉറപ്പോടെ സംസാരിക്കുവാനുള്ള പ്രേരണ അവർക്ക് ഉണ്ടായി. ഈ മാറ്റങ്ങളൊക്കെയും നേരിൽ കണ്ടറിഞ്ഞ ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും രക്ഷയുടെ സുവിശേഷം പ്രചരിപ്പിക്കുവാനും ഇടയായി തീർന്നു. ഇവിടെ പൗലോസിന്റെ മുൻപിൽ ക്രിസ്തുവിനെ രണ്ട് രീതിയിൽ പ്രസംഗിക്കുന്നവരുണ്ട് എങ്കിലും പൗലോസ് ഒരു കാര്യത്തിൽ ആശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്ത്, നാട്യമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും ഞാൻ സന്തോഷിക്കും എന്ന് പൗലോസ് അവിടെ ആശ്വസിക്കുകയാണ്. തൻ്റെ ബന്ധനത്തിൽ തനിക്ക് ചെയ്യുവാൻ പറ്റാത്ത സുവിശേഷ വേല തനിക്ക് വേണ്ടി മറ്റാളുകൾ ചെയ്യുന്നതിൽ പൗലോസ് തൃപ്തനായിരുന്നു. ചില മോശം സാഹചര്യങ്ങൾ കൊണ്ടുവന്ന ചില നേട്ടങ്ങൾ, അതാണ് അവിടെ പൗലോസ് അപ്പോസ്തലന് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലും പല മോശം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവയിലൊക്കെയും നമുക്ക് ചില നേട്ടങ്ങൾ, നമ്മുടെ അവയിൽ നിന്ന് കിട്ടുന്ന ചില നേട്ടങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരു പരിധി വരെ ബലപ്പെടുത്തുന്നു. എന്നാൽ ഒരു നേട്ടവും പ്രകടമാകാത്ത സാഹചര്യങ്ങളിലും നാം ദൈവത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യണം എന്നാണ് പൗലോസിന്റെ തടവറ വാസക്കാലത്തെ അനുഭവം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. പൗലോസ് ഫിലിപ്പിയ ദേശത്ത് പാർത്ത് വേല ചെയ്തു. എന്നാൽ കൊലോസ്യ ദേശത്ത് പൗലോസ് സന്ദർശിക്കാതെ തന്നെ പൗലോസിന്റെ വേല വ്യാപ്തി പ്രാപിച്ചു. അങ്ങനെ വന്നപ്പോൾ പൗലോസും കൊലോസ്യരും ഫിലിപ്പിയരും തമ്മിൽ ഒരു ട്രയാങ്കുലർ കണക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പൗലോസും ഫിലിപ്പിയരും കൊലോസ്യരും തമ്മിൽ ഒരു ട്രയാങ്കുലർ കണക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ പൗലോസിനും കൊലോസ്യരും തമ്മിലുള്ള ബന്ധം വളരെ വ്യത്യസ്തവും ശക്തവുമായിരുന്നു. ജഡത്തിൽ അല്ലാതെ ആത്മാവിൽ തൻ്റെ മുഖം കണ്ടവരായിട്ടാണ് പൗലോസ് കൊലോസ്യരെ പരിഗണിച്ചത് എന്ന് കൊലോസ്യ ലേഖനം 2:1 പറയുന്നുണ്ട്. പക്ഷേ ഫിലിപ്പിയരും പൗലോസും തമ്മിൽ അത്ര ദൃഢമായ ബന്ധമില്ല എങ്കിൽ പോലും
ഫിലിപ്പിയർക്ക് വേണ്ടി പൗലോസ് ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി പൗലോസ് എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പും പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ. കൊലോസ്യർ 1:3 മുതൽ 8 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. ഇവിടെ 3 പ്രത്യേക ഗുണങ്ങളെ കുറിച്ചാണ് ഈ 3 മുതൽ 8 വരെയുള്ള കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഗുണം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള സ്നേഹം തന്നെയാണ്. പിന്നീടുള്ള 2 ഗുണങ്ങൾ എന്നത് 1 തെസ്സലോനിക്കർ 1:3 പറഞ്ഞിരിക്കുന്ന വിശ്വാസം, പ്രത്യാശ എന്നിവയാണ്. എന്നാൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇവ 3ഉം ഒരുമിച്ച് എടുത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഒരുമിച്ച് ചേർത്ത് ഒറ്റ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. അപ്പോൾ ഈ വാക്യത്തിൽ കാണുന്ന 3 ഗുണങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ കാര്യങ്ങളിൽ പൗലോസ് കൊലോസ്യർക്ക് ബഹുമതി നൽകുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ ഈ 3 ഗുണങ്ങളെയും പിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നല്ലതും പൂർണ്ണവുമായ ദാനങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ഗുണങ്ങളെ യാക്കോബ് അപ്പോസ്തലൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നല്ലതും പൂർണ്ണവുമായ ദാനങ്ങൾ എന്നാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കാണുമ്പോൾ അത് നമ്മെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുകയും നമുക്ക് സ്വർഗത്തിന്റെ പ്രത്യാശ ലഭിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യാശയെ സ്വർഗത്തിൽ നിങ്ങൾക്കായി സൂക്ഷിച്ചിരിക്കുന്നതും അക്ഷയവും കളങ്കമില്ലാത്തതുമായ വാടാത്തതുമായ ഒരു അവകാശമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുവിശേഷം സത്യവചനത്തിൽ അധിഷ്ഠിതമായതിനാൽ അത് വിശ്വസനീയമാണ് എന്ന് പൗലോസ് ഊന്നി പറയുന്നു. മനുഷ്യരുടെ വചനത്തിൽ നിന്നും വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരിൽ അത് ഫലപ്രദമായി പ്രവർത്തിക്കുകയും ദൈവഹിതം നിറവേറുകയും ചെയ്യുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ തൻ്റെ 55-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ പ്രകടമാകുന്നത്. ആളുകൾ അപ്പോൾ പ്രതികരിക്കുന്നു, സുവിശേഷത്തിന്റെ ഫലം അവിടെ പുറപ്പെടുവിക്കുകയാണ്. കാരണം അത് ജീവന്റെ വചനം തന്നെയാണ്. സത്യവചനം എന്നത് ജീവന്റെ വചനം തന്നെയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ വേലയിൽ ഒരു പ്രത്യേക അതിശയ കാര്യം സംഭവിച്ചു. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ സുവിശേഷം പ്രചരിച്ചു എന്നതാണ്. സുവിശേഷം അപ്പോസ്തലനായ പൗലോസിലൂടെ പ്രചരിച്ചു എന്നതാണ് ആ അത്ഭുതകരമായ കാര്യം. ക്രിസ്തുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനു ശേഷം ഏകദേശം 30 വർഷത്തിനുള്ളിൽ അത് ലോകമെമ്പാടും വ്യാപിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് ആ അധ്യായം നമ്മൾ മുന്നോട്ട് വായിച്ചു നോക്കുമ്പോൾ ആകാശത്തിന് കീഴിലുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്നും പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ഒരു വ്യക്തിയിൽ ആത്മീയ ജീവൻ ജനിപ്പിക്കുന്നത്. അതായത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അതായത് നമ്മളിൽ വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരു വ്യക്തിയിൽ ആത്മീയ ജീവൻ ജനിപ്പിക്കുന്നത്. 1 പത്രോസ് 1:23 പ്രകാരം പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. അതായത് 2 കൊരിന്ത്യർ 5:17 പറയുന്നത് എന്താ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യാശ
അത് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ അത്രമാത്രമുള്ള സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കുകയും നമ്മളിൽ ഒരിക്കലും കെടാത്തതായ വിശ്വാസവും നമ്മളിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ആ പ്രത്യാശയ്ക്കായി നമ്മൾ അയോഗ്യരാണ് എങ്കിലും ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം നമ്മളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസിന്റെ കൊലോസ്യക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു പ്രാർത്ഥന നാം പഠിച്ചത് ഫിലിപ്പിയ ദേശത്തിന് വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കൊലോസ്യ ദേശത്തിന് വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇവിടെ കുറേ നല്ല കാര്യങ്ങൾ, നല്ല അഭ്യർത്ഥനകളാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾ നിറയപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതായത് ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനുള്ള പരിജ്ഞാനത്താൽ നമ്മൾ നിറയണമെന്നാണ് കൊലോസ്യ ദേശക്കാർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതത്തെ അറിയുന്നതിന് ജ്ഞാനവും ആത്മീയ ഗ്രാഹ്യവും എന്ന് പൗലോസ് അവിടെ വിവരിക്കുന്നുണ്ട്. ഒന്നാമതായി ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നതിലൂടെ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ നാം സന്നദ്ധരാകുന്നതിലൂടെയും നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതെയും ജ്ഞാനം വരുന്നു എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. സദൃശവാക്യങ്ങൾ 3:5 പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ്. അപ്പോൾ നമുക്ക് വിവേകമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നാം നമ്മളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. നമ്മുടെ സ്വന്തം വിവേകത്തിൽ നാം ഊന്നരുത് എന്ന സദൃശവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7:17 പറയുന്നത് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ടുള്ള ഇഷ്ടമാണോ അതോ ദൈവഹിതമാണോ എന്ന് സ്വന്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് അവിടെ യോഹന്നാൻ സുവിശേഷകൻ അവിടെ നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിക്കുമ്പോൾ നമുക്കവിടെ ജ്ഞാനം വരുന്നു. എന്നാൽ നമുക്ക് അവിടെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടിയുള്ള ദൈവഹിതം എന്താണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നാം തേടി പോകുമ്പോൾ പ്രാർത്ഥനാപൂർവം നാം ദൈവഹിതം അന്വേഷിക്കണം. അപ്പോൾ ഈ ദൈവഹിതത്തെ നാം അന്വേഷിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 105 വാക്യത്തിൽ പറയുന്നു, ജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം ബൈബിൾ തന്നെയാണ് എന്ന്. അതായത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ബൈബിൾ തന്നെ ആണ്. ദൈവഹിതവും നടത്തിപ്പും ദൈവിക സാഹചര്യങ്ങളിലൂടെയും അറിയാൻ വാതിലുകൾ തുറക്കാനോ അടയ്ക്കാനോ അവനോട് ആവശ്യപ്പെടുന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊലോസ്യർ ലേഖനം 4 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ, കൊലോസ്യർ ലേഖനം 4 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ പ്രകാരം പറയുന്നു, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ഇവിടെ ദൈവഹിതവും നടത്തിപ്പും ദൈവിക സാഹചര്യങ്ങളിലൂടെ ആയിരിക്കുവാനായിട്ട് വചനത്തിൻ്റെ വാതിൽ തുറക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ബൈബിൾ, രണ്ടാമത്തെ ഉറവിടം എന്ന് പറയുന്നത് നമ്മളുടെ പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ഉറവിടം നമുക്ക് നോക്കാം. അവന്റെ ശബ്ദം തിരിച്ചറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടക്കുവീൻ എന്ന ഒരു വാക്ക്, എന്ന ഒരു അരുളപ്പാട് നമുക്ക് പിന്നിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. അതായത് നമ്മൾ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം നമ്മൾ ബൈബിളാണ്. ആ ബൈബിളിനെ നമ്മൾ വ്യക്തമായി പഠിച്ച് അതിനെ നമ്മൾ ആ ബൈബിൾ വചനങ്ങളെ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കി കഴിയുമ്പോൾ അതിനുവേണ്ടി അതിനെ നമുക്ക് വിവേചിച്ചറിയുവാനായിട്ട് ഇതിൻ്റെ വചനത്തിലെ വാതിലുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് തുറന്നു തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും, അതിനെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കും. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ഇടത്തോട്ട് തിരിയുമ്പോഴോ വലത്തോട്ട് തിരിയുമ്പോഴോ ഇതാകുന്നു ഇതിലെ നടക്കുവീൻ എന്നോ അല്ലെങ്കിൽ ഇതിലെ പോകരുത്, അത് നിനക്ക് പറ്റിയ വഴിയല്ല എന്നുള്ളതോ ആയ ഒരു രീതി, ആ രീതിയിലുള്ള ഒരു വാക്ക് നമുക്ക് പിന്നിൽ നിന്ന് കേൾക്കാമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊലോസ്യർ കർത്താവിന് യോഗ്യരായി നടക്കട്ടെ എന്നാണ്. തീർച്ചയായും ഇവിടെ കർത്താവിന് യോഗ്യരായിട്ട് ആരും തീരുന്നതല്ല. ആരും അവരുടേതായ പ്രവർത്തനത്താലോ അവരുടേതായ ബുദ്ധിയാലോ കർത്താവിന് യോഗ്യരായിട്ട് ആരും മാറുന്നതല്ല. പക്ഷേ ദൈവം തൻ്റെ കൃപയാൽ നമ്മെ യോഗ്യരാക്കി കണക്കാക്കിയിട്ട് നമ്മളെ ആ ഉന്നതമായ വിളിക്ക് നമ്മെ അവിടെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. നമ്മെ ഉന്നതമായ ആ വിളിയിൽ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എഫേസ്യരുടെ ലേഖനം 4:1 പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീനെന്നാണ്. അപ്പോൾ നമ്മൾ ആരും യോഗ്യരല്ല എങ്കിലും ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരെയും യോഗ്യമാക്കി തീർത്തിട്ട് ദൈവം നമ്മളെ വിളിച്ച ഉന്നതമായ വിളിക്ക് അനുസൃതമായി ജീവിക്കാൻ നമ്മെ അവിടെ പ്രേരിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എഫേസ്യ ലേഖനത്തിൽ മാത്രം പൗലോസ് അപ്പോസ്തലൻ നടക്കുക അല്ലെങ്കിൽ നടന്നു എന്ന ക്രിയ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ആ നടക്കുക അല്ലെങ്കിൽ നടന്നു എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോൾ നാം നമ്മുടെ വഴികളിൽ കർത്താവിന് യോഗ്യമാം വിധം നാം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ അത് സാധിക്കുകയില്ല എന്നതാണ് യെഹെസ്കേൽ പ്രവാചകൻ അവിടെ വ്യക്തമാക്കുന്നത്. അതിനുശേഷം പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയിലേക്ക് നാം തിരിച്ചു വരികയാണെങ്കിൽ ഈ നമ്മുടെയും കൊലോസ്യ ദേശക്കാരുടെയും ജീവിതം കർത്താവിന് പൂർണ്ണമായിട്ടും പ്രസാദകരമാകാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവിന് പൂർണ്ണമായും പ്രസാദകരമായ ആ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള നിരവധി വഴികളും അവിടെ പൗലോസ് അപ്പോസ്തലൻ പട്ടികപ്പെടുത്തുന്നുണ്ട്. സകല പ്രവർത്തികളിലും സൽഫലമാവുക, സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കുക, തുടർന്ന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നിങ്ങനെയുള്ള ചില വഴികൾ, അതായത് നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായി തീരാനായിട്ട് ഉള്ള ആ ഒരു ചില വഴികളാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത്. സകല പ്രവൃത്തിയിലും ഫലം കായ്ക്കണം, പിന്നെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം, സകല സഹിഷ്ണുതയും നമുക്കുണ്ടാകണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം, അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ നാം ബലപ്പെടണം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കണം, ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി നമ്മെ വച്ചിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണമെന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മെ അവിടെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രാർത്ഥനയിൽ വേറൊരു കാര്യം കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി നാം മാറണമെന്നും അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ഒരു
ഒരു ദിശയിലോ അല്ലെങ്കിൽ മറ്റൊരു ദിശയിലോ നയിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെ അനുഭവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോ ദിവസത്തിലുള്ള അനുഭവത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് പോലെ ദൈവത്തെ നാം ഓരോ ദിവസവും രുചിച്ചറിയുക തന്നെയാണ് ചെയ്യുന്നത്. അപ്രകാരം പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ള ദേശക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും സുവിശേഷത്തിൻ്റെ ഫലം കായ്ക്കുവാനും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാനും പ്രാർത്ഥനയുടെ ശക്തിയാൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ, ക്രിസ്തീയ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാനും നമുക്ക് ഈ പാഠഭാഗം നമ്മെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ പാഠഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നിമിഷത്തിൽ കർത്താവേ സ്തോത്രം. അടിയങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന പച്ച, നല്ലൊരു പാഠപഠനം നടത്തുവാൻ അവിടുന്ന് സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അങ്ങയുടെ നടത്തിപ്പും ഞങ്ങളിൽ ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഠപഠനം കർത്താവേ അടിയങ്ങൾക്ക് തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനായി അടിയനെ സഹായിച്ച പരിശുദ്ധാത്മാവിൻ്റെ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നും അങ്ങയുടെ പാഠങ്ങൾ, അങ്ങയുടെ വചനങ്ങളൊക്കെയും പഠിച്ചു കർത്താവെ സ്തോത്രം. ജീവിതത്തിൽ ധന്യമുള്ളവരായി മാറുവാൻ കർത്താവെ, അങ്ങയിൽ ധന്യപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പച്ച, സ്തോത്രം. ഹല്ലേലൂയ. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായമായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ കർത്താവെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച, സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗം നല്ല പിതാവേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്കാൾ മുന്നമേ എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് അറിയുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കഷ്ടതയിലും സന്തോഷത്തിലും ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം പച്ച. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഠത്തിലെ കർത്താവെ അടിയങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. തുടർന്നും അങ്ങയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ കാവലും ഞങ്ങളോട് ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും വേഗത്തിലാക്കണമെന്ന് യാചിക്കുന്ന പച്ച. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.